വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ കാണിക്കുന്ന ഒരു വെഡ്ഡിംഗ് ഹൂപ്പാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡും യെല്ലോയും ആണ്. കുറച്ച് ഭാഗം റെഡും ബാക്കി മുഴുവൻ ഭാഗം യെല്ലോയും വെച്ചിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ഇനി യെല്ലോ കളർ വെച്ച് നമുക്ക് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം. നമ്മളിവിടെ യെല്ലോ കളർ വെച്ചിട്ട് ഇത് മുഴുവൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 2 സ്ട്രാൻഡ്സിൽ ബ്ലാക്ക് ത്രെഡാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ നെയിം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പ് ഫില്ല് ചെയ്തെടുക്കണം. അത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. നമുക്കത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കലണ്ടർ മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്തെടുക്കാം. വൂവൻ റോസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. വൂവൻ റോസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ 12 സ്ട്രാൻഡ്സിലാണ് നമ്മൾ വൂവൻ റോസ് ചെയ്യുമ്പോൾ ത്രെഡ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ലീവ്സ് ആണ് ചെയ്യേണ്ടത്. അത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഫ്ലവറും ലീവ്സും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും സെക്ഷനാണ്. ബ്രൈഡിന് നമ്മൾ ക്ലോത്ത് വെച്ചിട്ടാണ് ആ ഡ്രസ്സ് മുഴുവൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഗ്രൂമിൻ്റെ കോട്ടാണ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മളിത് ബ്ലാക്ക് കളർ മുഴുവൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വൈറ്റ് കളർ വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിനി ഈ ഭാഗത്ത് സ്കിൻ കളർ വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ബ്രൈഡിൻ്റെ ഗൗണിൻ്റെ മുകൾ ഭാഗം വൈറ്റ് ത്രെഡ് വെച്ച് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഗൗണിൻ്റെ താഴ്ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വൈറ്റ് നെറ്റും ഒരു വൈറ്റ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഏകദേശം സെയിം സൈസിലെടുക്കണം. എന്നിട്ട് നമ്മൾ ആ വൈറ്റ് ക്ലോത്തിൻ്റെ മുകളിൽ വൈറ്റ് നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് പൊസിഷനിലായിട്ട് വെച്ചിട്ട് ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് നമ്മളത് അവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് സൈഡ് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കൊന്ന് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകൾ ഭാഗം പൊങ്ങി നിൽക്കുന്നതെല്ലാം നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഹെയർ സെക്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഗ്രൂമിൻ്റെ ആ ഹെഡിൻ്റെ ഔട്ടർ ലൈൻ മുഴുവൻ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ച് കവർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.